ഗുഡ് ഈവനിങ് ടു ആൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്തിസം ബികോമിലെ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ ക്ലാസ് ഇന്ന് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫോർത്ത് സെമ്മിൻ്റെയും സിക്സ്ത് സെമ്മിൻ്റെയും ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിവേ, ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പക്ക പ്രോബ്ലം പേപ്പർ തന്നെയാണ്. നമ്മുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒക്കെ പോലെ തന്നെയുള്ള ഒരു പക്ക പ്രോബ്ലം പേപ്പർ. ഓക്കെ, പ്രോബ്ലം പേപ്പർ ആണെങ്കിൽ കൂടെ ഇതിൽ വരുന്ന തിയറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ചാപ്റ്റർ, ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ്. ഓക്കെ, എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്? അപ്പോൾ അത്തരം കാര്യങ്ങൾ, അതിൻ്റെ ഫംഗ്ഷൻസ്, ലിമിറ്റേഷൻസ്, ഒബ്ജക്റ്റീവ്സ് ഒക്കെയാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഫസ്റ്റ് ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും ഫസ്റ്റ് ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് പാസ് ആവാനുള്ളത് ഈ ഒരു ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ ഫോർത്ത് സെം എക്സാമിലൊക്കെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു റോൾ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാൽ 2 essay ആയിരുന്നു വന്ന ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിന്. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിക്കുക. നിങ്ങൾക്ക് ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഈ ഒരു സബ്ജക്റ്റിൽ പ്രോബ്ലംസ് എല്ലാം വളരെ ടഫായിരിക്കും. നിങ്ങൾക്ക് പലർക്കും ഫീൽ ചെയ്യും അങ്ങനെ. എല്ലാവരുടെ കേസും അല്ല കേട്ടോ ഞാൻ പറയുന്നത്, ചിലവർക്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ തിയറി പഠിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, പാസ്സാവാൻ കഴിയും. എല്ലാവരുടെ കേസും അല്ല, പഠിക്കുന്നവർക്ക് എല്ലാം പഠിക്കും. അതെല്ലാം പ്രോബ്ലം പഠിച്ചിട്ട് മനസ്സിലാവാത്തവരുണ്ടായിരിക്കും, അവരുടെ കേസാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് അപ്പോൾ നമുക്ക് എന്തായാലും ചാപ്റ്ററിലോട്ട് വരാം. ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു ബിസിനസ്സിൻ്റെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ബിസിനസ് റൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റ്, അതാണ് ബിസിനസ് കോസ്റ്റ്. അതായത് നമുക്കിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റ്, അതായത് എന്തെങ്കിലും ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റ്. അതുപോലെ തന്നെ നമ്മൾ റെൻറ്റ് കൊടുക്കേണ്ടി വരും ബിൽഡിങ്ങിനൊക്കെ, അതിനുള്ള റെൻറ്റ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചിലവ്, അത്തരത്തിൽ പലതരത്തിൽ വരുന്ന ചിലവുകൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ കോസ്റ്റിംഗ്? ഓക്കെ, അതെന്താ നോക്കാം. കോസ്റ്റിംഗ്, അസർട്ടൈനിങ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റ്, അത്തരത്തിലുള്ള കോസ്റ്റ് നമ്മൾ അസർട്ടൈൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അസർട്ടൈനിങ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റിംഗ് സിംപ്ലി മീൻസ് ഫൈൻഡ് ഔട്ട് ദി കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ബൈ എനി മെത്തേഡ് ഓർ ടെക്നിക് യൂസ്. അതായത് ഏതെങ്കിലും ഒരു മെത്തേഡോ ടെക്നിക്കോ യൂസ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ബാഗ്, അല്ലെങ്കിൽ ഒരു പേന, അല്ലെങ്കിൽ ഒരു പുസ്തകം, ലൈക്ക് ഒരു പേന നമ്മൾ ഉൽപ്പാദിപ്പിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു പേന ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം കോസ്റ്റ് വരുന്നുണ്ട് അത് നമ്മൾ കണ്ടുപിടിക്കുക. അതിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് കോസ്റ്റിംഗിൻ്റെ മീനിങ്. നമുക്കതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. CIMA ലണ്ടൻ ഡിഫൈൻസ് കോസ്റ്റിംഗ് ആസ് ദി ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് ദി കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതിനുള്ള ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, 2 മാർക്കിൻ്റെ സെക്ഷൻ മസ്റ്റ് ആയിട്ടും വരും, ഒന്നുകിൽ മീനിങ് അല്ലെങ്കിൽ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ദി പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ്. It is the accounting for cost for preparing statement and report for the purpose of managerial decision making. ഓക്കെ, അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ടിങ്, അതിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ദി പ്രോസസ് ഓഫ്, അതെന്താണ്, ഒരു പ്രോസസ്സാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള, കോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് പ്രോസസ്സ്, അതിനെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ് ഫോർ പ്രിപ്പയറിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ട്. അതായത് സ്റ്റേറ്റ്മെൻറ്റുകളും റിപ്പോർട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു അക്കൗണ്ടിങ്, അതിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അത്, ഫോർ ദി പർപ്പസ് ഓഫ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. അതായത് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്, മാനേജ്മെൻറ്റ് തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെൻറ്റുകളും റിപ്പോർട്ടുകളും പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള ഒരു അക്കൗണ്ടിങ്, അതിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ദി പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ്. ഇറ്റ് ഈസ് ദി അക്കൗണ്ടിങ് for cost for preparing statement and report for the purpose of managerial decision മേക്കിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെൻറ്റുകളും റിപ്പോർട്ടുകളും പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു അക്കൗണ്ടിങ് കോസ്റ്റ്, അതിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് ഡിഫൈൻഡ് ആസ് ഫോർമൽ അക്കൗണ്ടിങ് സിസ്റ്റം സെറ്റപ്പ് ഫോർ റെക്കോർഡിംഗ്, അനലൈസിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് കോസ്റ്റ്. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഫോർമൽ അക്കൗണ്ടിങ് സിസ്റ്റമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, കോസ്റ്റിനെ റെക്കോർഡ് ചെയ്യാനും അനലൈസ് ചെയ്യാനും എസ്റ്റിമേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഫോർമൽ അക്കൗണ്ടിങ് സിസ്റ്റം, അതിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇൻ ഷോർട്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ദി ഫോർമൽ സിസ്റ്റം ഫോർ ഫോർമൽ റെക്കോർഡിംഗ് കോസ്റ്റ്. അതെന്താണ്, ഈ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഒരു ഫോർമൽ സിസ്റ്റമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള, നമ്മൾ കോസ്റ്റ് ഫോർമലായിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസി.
ഫസ്റ്റ് പറയുന്നതാണ് കോസ്റ്റ് റെക്കോർഡിംഗ്, കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ, കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ്, കോസ്റ്റ് അലോക്കേഷൻ, കോസ്റ്റ് അനാലിസിസ്, കോസ്റ്റ് കമ്പാരിസൺ, കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് ഓഡിറ്റ്, കോസ്റ്റ് റിപ്പോർട്ടിംഗ്. ഇതും മേ ബി എക്സാമിന് വന്നേക്കാം 2 മാർക്കിൻ്റെ സെക്ഷനിലൊക്കെ, സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസി. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരും. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പറയുന്നത് ടു അസർട്ടൈൻ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ് ഓർ സർവീസ്. അതായത് ഈച്ച് പ്രൊഡക്റ്റ്, അതായത് ഓരോ പ്രൊഡക്റ്റിൻ്റെയും കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടൻസി എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓരോ പ്രൊഡക്റ്റിൻ്റെയും, അതായത് ഇപ്പോൾ നമ്മൾ 1000 പേന ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 1000 പേനയ്ക്കും വരുന്ന ചിലവല്ല, അതിൽ ഒരു പേനയുടെ ചിലവ്. ഓക്കെ, ഒരു പേന ഉൽപ്പാദിപ്പിക്കാൻ എത്രത്തോളം ചിലവ് വരുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് ടു കൺട്രോൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ടു ഡിറ്റർമൈൻ സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ടു അസർട്ടൈൻ ദ പ്രോഫിറ്റ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റിവിറ്റി, അതായത് ഓരോ പ്രൊഡക്റ്റിൽ നിന്നും നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എന്ന് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ടു പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ടു അസിസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, അതായത് തീരുമാനങ്ങൾ എടുക്കുന്നതിന് മാനേജ്മെൻറ്റിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടു മെഷർ എഫിഷ്യൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ടു കൺട്രോൾ ആൻഡ് റെഡ്യൂസ് വേസ്റ്റേജ്, അതായത് വേസ്റ്റേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും. അതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഫങ്ഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്, അതായത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് അസർട്ടൈൻ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ്, ജോബ് ഓർ പ്രോസസ്സ്. അതായത് ഓരോ പ്രൊഡക്റ്റിൻ്റെയും, അതായത് ഓരോ പ്രൊഡക്റ്റിൻ്റെയും ആക്ച്വൽ കോസ്റ്റ്, അതിന് എത്രത്തോളം, അത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി എത്രത്തോളം കോസ്റ്റ് വരുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോബ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ചെയ്ത് തീർക്കാൻ എത്രത്തോളം ചിലവ് വരുന്നുണ്ട് എന്ന് നമ്മൾ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് ജോബ്, പ്രോസസ്സ്, പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ മേ ബി ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ, അതായത് ഇപ്പോൾ ഒരു പേന ഉൽപ്പാദിപ്പിക്കാൻ. ജോബ് എന്ന് പറയുമ്പോൾ അത് ഒരു കൃത്യമായുള്ളൊരു ജോലി ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്, അതാണ്. അതായത് നമ്മളിപ്പോൾ ജോലിക്ക് പോവുക, കൂലിപ്പോൾ അങ്ങനത്തെ അത്തരത്തിലുള്ള ജോലി ഉണ്ടല്ലോ, അത്. പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു പേന ഉൽപ്പാദിപ്പിക്കണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനം, പലതരം ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോസസ്സിലൂടെ കടന്നു പോയിരിക്കും. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം പേനയുടെ കേസ് തന്നെ എടുക്കാം. പേനയുടെ കേസ് പറയുമ്പോൾ ആദ്യം പേന മഷി, ഓക്കെ, പിന്നെ അതിൻ്റെ കൂട്, പിന്നെ പേനയുടെ മൂടി, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളില്ലേ, അതാണ് ഈ പ്രോസസ്സ്. അതായത് പല സ്റ്റേജുകളിലൂടെ അത് കടന്നു പോകും. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്, ഇതല്ല കേട്ടോ, വേറെ വല്ല, അതായത് ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന സാധനങ്ങളുണ്ടായിരിക്കും. അതാണ് പ്രൊഡക്റ്റ്, ജോബ് ഓർ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് ഓരോ ജോബിനും അല്ലെങ്കിൽ ഓരോ പ്രോസസ്സിനും അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റിനും എത്രത്തോളം ആക്ച്വൽ കോസ്റ്റ് വരുന്നുണ്ടെന്ന് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രൊവൈഡിങ് കോസ്റ്റ് ഡാറ്റ ഫോർ ദി പർപ്പസ് ഓഫ് പ്രൈസിങ്, പോളിസി ഫോർമുലേഷൻ, ഡിസിഷൻ മേക്കിംഗ്. അതായത് കോസ്റ്റ് ഡാറ്റ പ്രൊവൈഡ് ചെയ്യുക എന്തിനു വേണ്ടിയിട്ട്, പോളിസി ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കോസ്റ്റ് ഡാറ്റ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും എന്താണ്, ഈ കോസ്റ്റ് അക്കൗണ്ടൻസിയുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഫംഗ്ഷനാണ്. പിന്നെ മെഷറിങ് എഫിഷ്യൻസി ഓഫ് ഈച്ച് പ്രൊഡക്റ്റീവ് പ്രോസസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് എഫിഷ്യൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമുക്കിപ്പോൾ ഒരു പ്രൊഡക്ഷൻ സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എഫിഷ്യൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അവരെത്രത്തോളം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അവിടെ എത്രത്തോളമാണ് കോസ്റ്റ് വരുന്നത്, കോസ്റ്റ് കൂടുതലാണോ കുറവാണോ, അതായത് അവർ കമ്പയർ ചെയ്യുമ്പോൾ, അതാണ് മെഷറിങ് എഫിഷ്യൻസി ഓഫ് ഈച്ച് പ്രൊഡക്റ്റീവ് പ്രോസസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ സർവീസ് ആസ് ടൂൾ ഫോർ പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്, അതായത് പ്ലാനിങ്ങിനും ബഡ്ജറ്റിനും ഒരു ടൂളായിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഹെൽപ്പിംഗ് സെല്ലിംഗ് പ്രൈസ് ഫിക്സേഷൻ, അതായത് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹെൽപ്പിംഗ് ദ പ്രിപ്പറേഷൻ ഓഫ് ടെൻഡർ ഓർ കൊട്ടേഷൻ, അതായത് ടെൻഡേഴ്സ്, കൊട്ടേഷനൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അടുത്ത ചാപ്റ്റേഴ്സിലായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, അതായത് റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ലിമിറ്റേഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇറ്റ് റിക്വയേഴ്സ് ഹെവി എക്സ്പെൻഡിച്ചർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഓക്കെ, ഇത് എന്താണ്, വളരെ ചിലവേറിയ ഒരു കാര്യമാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ട്രേഡിംഗ് കൺസേൺസിന്. ഇത് എന്തല്ല, സ്യൂട്ടബിൾ അല്ല. ഓക്കെ, അതായത് ഇപ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ്സ് ആണെങ്കിൽ അവിടെ കോസ്റ്റ് വരും, പക്ഷേ ട്രേഡിംഗ് കൺസേൺ ആകുമ്പോൾ നമുക്ക് ഒരു പ്രൊഡക്ഷൻ സെൻറ്ററിൻ്റെ അത്ര തന്നെ വരില്ലല്ലോ. അതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ട്രേഡിംഗ് കൺസേൺ. ട്രേഡിംഗ് കൺസേൺ എന്ന് പറയുമ്പോൾ മനസ്സിലായില്ല, അതായത് കച്ചവടക്കാരൊക്കെ ഇല്ലേ, അവിടെ ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് എന്തല്ല, സ്യൂട്ടബിൾ അല്ല എന്ന് പറയുന്നത്. പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ബേസ്ഡ് ഓൺ അസംഷൻസ് ആൻഡ് പെർസെപ്ഷൻസ്, ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് അക്യുറേറ്റ് ഓർ ആൻ എക്സാക്ട് സയൻസ്. ഓക്കെ, ഇതാണ് ലിമിറ്റേഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് പറയുന്നത്.
പിന്നെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്. ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ് ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്. ഇതിൽ ഓരോന്നും നമുക്ക് ഓരോ ചാപ്റ്ററാണ്. കോൺട്രാക്ട് കോസ്റ്റിംഗ് ഒരു ചാപ്റ്ററാണ്, പ്രോസസ് കോസ്റ്റിംഗ് ഒരു ചാപ്റ്ററാണ്, ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ് ഒക്കെ ഓരോരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. കഴിഞ്ഞ 4th സെം എക്സാമിന് 10 മാർക്കിൻ്റെ എസ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണിത്. മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് എല്ലാതും ഡീറ്റെയിൽഡ് ആയിട്ട് പക്കാ തിയറി. ഓക്കെ, പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു. തിയറിയുടെ കേസാണ് ഞാൻ പറഞ്ഞത്. പ്രോബ്ലം ഐ തിങ്ക് കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പ്രോബ്ലം പഠിക്കുന്നവരല്ലേ, ഞാൻ എന്തായാലും പ്രോബ്ലംസും എടുക്കും. അപ്പോൾ പ്രോബ്ലംസ് നിങ്ങൾക്ക് മേ ബി മനസ്സിലായിക്കൊള്ളണമെന്നില്ല എല്ലാവർക്കും. അവരുടെ കേസാണ് ഞാൻ പറയുന്നത്. മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ്. 2 ക്വസ്റ്റ്യൻസ് ആണ് എസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രം വന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ്, ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം കേട്ടോ. അത് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ് ഓർ സിംഗിൾ ഓർ യൂണിറ്റ് കോസ്റ്റിംഗ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്, ഓപ്പറേഷൻ കോസ്റ്റ് ആൻഡ് മൾട്ടിപ്പിൾ കോസ്റ്റ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ്. കോസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്നത് ടെക്നിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ടൈപ്സ് രണ്ടും വെച്ചാൽ നമുക്ക് തന്നെ എഴുതിയാൽ മതി. ഓക്കെ, അതിൽ ഫസ്റ്റ് പറയുന്നതാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ചാർജിങ് ഓൾ കോസ്റ്റ് ടു പ്രൊഡ്യൂസ് സർവീസ്, ജോബ്സ് ഓർ പ്രോസസ്. ഇറ്റ് ഈസ് കോൾഡ് ഫുൾ കോസ്റ്റിംഗ്. അതായത് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു ജോബ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം ചിലവ് വരുന്നുണ്ടോ, അപ്പോൾ ആ ചിലവ് മുഴുവൻ എന്ത് ചെയ്യും, ഇതിൽ ചാർജ് ചെയ്യും. അതാണ് ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ചാർജിങ് ഓൾ കോസ്റ്റ്, ബോത്ത് വേരിയബിൾ ആൻഡ് ഫിക്സഡ് കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റിനനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഫിക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ബോത്ത് വേരിയബിൾ കോസ്റ്റും അതുപോലെ തന്നെ ഫിക്സഡ് കോസ്റ്റ് ഇവിടെ എന്ത് ചെയ്യും, ഈ ഒരു അബ്സോർപ്ഷൻ കോസ്റ്റിൽ ചാർജ് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രോസസ്സാണ് ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ചാർജിങ് ഓൾ കോസ്റ്റ് ബോത്ത് വേരിയബിൾ ആൻഡ് ഫിക്സഡ് കോസ്റ്റ്. ഇതിനെയാണ് എന്ത് പറയുന്നത്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു പേരാണ് ഫുൾ കോസ്റ്റിംഗ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ചാർജിങ് ഓൺലി വേരിയബിൾ കോസ്റ്റ് ടു പ്രൊഡക്റ്റ്, ഓപ്പറേഷൻ ആൻഡ് പ്രോസസ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വേരിയബിൾ കോസ്റ്റിംഗ്. അതായത് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ മറ്റൊരു പേരാണ് വേരിയബിൾ കോസ്റ്റിംഗ്. ഓക്കെ, ഈ വേരിയബിൾ കോസ്റ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ, നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. അതായത് നമ്മൾ എത്രത്തോളാണോ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് കോസ്റ്റ് പറയുന്നുണ്ടായിരിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള കോസ്റ്റ് മാത്രം എന്ത് ചെയ്യും, ചാർജ് ചെയ്യും. അതാണ് എന്ത് പറയുന്നത്, മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ബിൽഡിങ്ങിന് ഒരു റെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ എല്ലാ മാസവും 10,000 രൂപ. ഓക്കെ, അപ്പോൾ എല്ലാ മാസവും നമ്മൾ എന്ത് കൊടുക്കണം, 10,000 രൂപ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബിസിനസ് നമ്മളിപ്പോൾ ഒരു മാസത്തേക്ക് വെക്കേഷൻ പ്രമാണിച്ച് ഒരു മാസം നമ്മൾ എന്ത് ചെയ്തു, പൂട്ടിയിട്ടു. എന്നാലും നമ്മൾ 10,000 രൂപ എന്ത് കൊടുക്കേണ്ടി വരും, റെൻറ്റ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അതാണ് ഫിക്സഡ് കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് എണ്ണ, അതായത് ഒരു മാസം എണ്ണ നമുക്ക് ഒരു 2,000 രൂപ വാങ്ങിക്കണം എന്ന് വിചാരിക്കാം. എല്ലാ മാസവും 2,000 രൂപയ്ക്ക് നമ്മൾ എണ്ണ വാങ്ങിക്കണം. ഓക്കെ, ഈ 2 മാസം ഒരു മാസം വെക്കേഷൻ വന്നതുകൊണ്ട് ഈ 2,000 രൂപയ്ക്ക് നമുക്ക് എണ്ണ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ചിലവ് നമുക്ക് അവിടെ കുറഞ്ഞതാണ് വേരിയബിൾ കോസ്റ്റ്. അതായത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതിനനുസരിച്ചിട്ട് അവിടെ എന്ത് പറയും, കോസ്റ്റിൽ മാറ്റം വരും. അതാണ് വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് അറിയില്ല. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് ആയിരിക്കും, അതിലൊരു മാറ്റം ഉണ്ടായിരിക്കില്ല, നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കേണ്ടിയിരിക്കും. വേരിയബിൾ കോസ്റ്റിന് വേറൊരു ഉദാഹരണമാണ് കറണ്ട് ബില്ലൊക്കെ. കറണ്ട് ബില്ല് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല്. ഓക്കെ, അത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കേണ്ടത്. അല്ലാണ്ട് എല്ലാ മാസവും ഫിക്സഡ് ആയിരിക്കില്ലല്ലോ. മേ ബി ഈ മാസം 1,000 ആയിരിക്കും, അല്ലെങ്കിൽ നെക്സ്റ്റ് മാസം 500 ആയിരിക്കും, അല്ലെങ്കിൽ 200 ആയിരിക്കും. വേരിയബിൾ, അതായത് മാറ്റം വന്നുകൊണ്ടിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച്. ഓക്കെ, അതാണ് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്ന എക്സാമ്പിൾ നല്ലത്. ഓക്കെ, എണ്ണ വേണ്ട, നിങ്ങൾ ഇലക്ട്രിസിറ്റി ബില്ല് എടുക്കുക, അത് എല്ലാ മാസവും എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട്. ഓക്കെ, അതെല്ലാം നമ്മൾ റെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും, എല്ലാ മാസവും ഫിക്സഡ് ആയിരിക്കും. നമ്മൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും നമ്മൾ എന്ത് കൊടുക്കണം, റെൻറ്റ് കൊടുക്കണം. ഓക്കെ, അതാണ് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് മാത്രം ചാർജ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇത് പറയുന്നത് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ചാർജിങ് ഓൺലി വേരിയബിൾ കോസ്റ്റ് ടു പ്രൊഡക്റ്റ്, ഓപ്പറേഷൻ ആൻഡ് പ്രോസസ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വേരിയബിൾ കോസ്റ്റിംഗ്. ഓക്കെ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും വരാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഡയറക്റ്റ് കോസ്റ്റിംഗ്. ഡയറക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ചാർജിങ് ഓൾ ഡയറക്റ്റ് കോസ്റ്റ് ടു പ്രൊഡക്റ്റ്, സർവീസ്, ജോബ്. അതായത് ഏതെങ്കിലും ഒരു ജോബോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടുണ്ടാവുന്ന ഡയറക്റ്റ് കോസ്റ്റുകൾ ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ ചാർജ് ചെയ്യുക. അതിനെയാണ് ഡയറക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ചാർജിങ് ഓൾ ഡയറക്റ്റ് കോസ്റ്റ് ടു പ്രൊഡക്റ്റ്, സർവീസ്, ജോബ്. ഇൻഡയറക്റ്റ് കോസ്റ്റ്, ഇവിടെ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ത് ചെയ്യും, എക്സ്ക്ലൂഡ് ചെയ്യും. അതാണ് ഡയറക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് ദ ടെക്നിക് ഓഫ് കമ്പയറിംഗ് കോസ്റ്റ് ഓഫ് 2 ആൾട്ടർനേറ്റീവ് ഫോർ ദി പർപ്പസ് ഓഫ് ഡിസൈഡിങ് ഇൻ വിച്ച് ആൾട്ടർനേറ്റീവ് ഈസ് ദി ബെസ്റ്റ്. അതായത് 2 ആൾട്ടർനേറ്റീവ്സ് വഴിയുള്ള കോസ്റ്റുകൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. ഇതൊരു ടെക്നിക്കാണ്. ഇറ്റ് ഈസ് ദ ടെക്നിക് ഓഫ് കമ്പയറിംഗ് കോസ്റ്റ് ഓഫ് 2 ആൾട്ടർനേറ്റീവ്സ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ ദി പർപ്പസ് ഓഫ് ഡിസൈഡിങ് വിച്ച് ആൾട്ടർനേറ്റീവ്സ് ഈസ് ബെസ്റ്റ്. ഏത് ആൾട്ടർനേറ്റീവ്സ് ആണ് ബെസ്റ്റ് എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്
കോസ്റ്റ് ഓഫ് ടു ആൾട്ടർനേറ്റീവ് എന്ത് ചെയ്യുക നമ്മൾ കമ്പയർ ചെയ്യുക. അതാണ് ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് യൂണിഫോം കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് സെയിം കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ് പ്രാക്ടീസ് ആൻഡ് മെത്തേഡ്സ് ബൈ സെവറൽ അണ്ടർടേക്കിംഗ് ഫോർ എ കോമൺ കൺട്രോൾ ഓർ കമ്പാരിസൺ ഓഫ് കോസ്റ്റ്. അതായത് അതായത് രണ്ട് ഓർഗനൈസേഷൻസ് സെയിം ആയുള്ള പ്രിൻസിപ്പിൾസും പ്രാക്ടീസസും മെത്തേഡ്സ് എന്ത് ചെയ്യും യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ കോമൺ അതായത് അവിടെ എത്രത്തോളം കൺട്രോൾ വരുന്നുണ്ട് നമ്മുടെ കോസ്റ്റിൽ വരുന്നത്, അതുപോലെ തന്നെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അതാണ് യൂണിഫോം കോസ്റ്റിംഗ്. അതായത് രണ്ട് ഓർഗനൈസേഷൻസ് തമ്മിൽ അവരുടെ കോസ്റ്റുകൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ആഫ്റ്റർ ദേ ഹാവ് ബീൻ ഇൻക്വയർഡ്. അതായത് കോസ്റ്റ് സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതെന്ത് ചെയ്യുക, അസർടൈൻ ചെയ്യുക എത്രത്തോളം കോസ്റ്റാണ് നടന്നിട്ടുള്ളത് ഈ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് എന്ത് പറയുന്നത്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്. അതായത് കോസ്റ്റ് എല്ലാം സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം അസർടൈൻ ചെയ്യുക. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് കമ്പയറിംഗ് ആക്ച്വൽ കോസ്റ്റ് വിത്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റ്, അനലൈസിങ് വേരിയൻസസ് ആൻഡ് ടേക്കിംഗ് റെമീഡിയൽ ആക്ഷൻസ് ഇഫ് നെസസറി. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഒരു കോസ്റ്റ് അവിടെ ഫിക്സ് ചെയ്ത് വെക്കും. അതായത് ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു കോസ്റ്റ് അവർ ഓൾറെഡി ഫിക്സ് ചെയ്യും. ഇത്രത്തോളം കോസ്റ്റേ ഇവിടെ സംഭവിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത്ര നടക്കണം. അതായത് ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതായത് ഇപ്പോൾ ഒരു പേന ഉൽപ്പാദിപ്പിക്കാനും ഒരു 10,000 രൂപ അവരവിടെ എന്ത് ചെയ്യും, ഫിക്സ് ചെയ്യും. കോസ്റ്റ് സംഭവിക്കുന്നതിന് മുന്നേ ഫ്യൂച്ചർ പ്ലാൻ. ഓക്കെ, അത് ആദ്യം തന്നെ അവർ ഓൾറെഡി അവിടെ ഫിക്സ് ചെയ്ത് വെക്കും, ഇത്രയേ അവിടെ സംഭവിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം അവിടെ എന്ത് നടക്കും, പ്രൊഡക്ഷൻ നടക്കും. അപ്പോൾ അവിടെ ഒരു കോസ്റ്റ് സംഭവിക്കുമല്ലോ, അതാണ് ആക്ച്വൽ കോസ്റ്റ്. അതായത് യാഥാർത്ഥ്യത്തിൽ അവിടെ നടന്നിട്ടുള്ള കോസ്റ്റ്. എന്നിട്ട് അത് രണ്ടും കൂടെ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് കമ്പയറിംഗ് ആക്ച്വൽ കോസ്റ്റ് വിത്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് പറയുമ്പോൾ അവർ ഓൾറെഡി അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കോസ്റ്റ്. ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ സംഭവിച്ച കോസ്റ്റ് അതാണ്. അപ്പോൾ അത് രണ്ടും കൂടെ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് കമ്പയറിംഗ് ആക്ച്വൽ കോസ്റ്റ് വിത്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റ്, അനലൈസിങ് വേരിയൻസസ് ആൻഡ് ടേക്കിംഗ് റെമീഡിയൽ ആക്ഷൻസ്. എന്തിനു വേണ്ടിയിട്ട്, എത്രത്തോളം മാറ്റമാണ് ഉണ്ടായത്, അതുപോലെ തന്നെ ആ മാറ്റത്തിനുണ്ടായ റെമീഡിയൽ ആക്ഷൻസ് എന്തെങ്കിലും ആക്ഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട്, ഇഫ് നെസസറി ആവശ്യമാണെങ്കിൽ. അതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് രണ്ട് ഡിഫറൻസസ് ആണ്. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ളതും, അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ്. അതിന് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എക്സാമിന് ഷുവറായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഈ പറഞ്ഞതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.